ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാ ഉദ്യോഗാർത്ഥിയെ നമ്മുടെ AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നോക്കിയിരിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് ബെക്കോ LD എന്ന് പറയുന്നത്, അല്ലെ? ഏകദേശം ഒരു 6 ലക്ഷത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഇതുവരെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു പരീക്ഷയാണ്. അത് ഈ പറയുന്ന രീതിയിൽ PSC അടുത്തത് എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 ലക്ഷത്തോളം വരുന്ന ആളുകൾ, 6 ലക്ഷത്തിൽ കൂടുതലാണ് ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മുൻവർഷ സമയങ്ങൾ. എല്ലാവർക്കും 2021 അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലെ ഏകദേശം എത്രത്തോളം ആളുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ലെ? അതേപോലെ തന്നെ എത്ര പേർക്ക് ഈ പറയുന്ന നിയമനം മറ്റു കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. എക്സാം ഈ പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് എക്സാം ഇനി എന്ന് എന്ത് ചെയ്യും നടക്കും, അതേപോലെ തന്നെ അത് എത്ര ഘട്ടങ്ങളിലായിരിക്കും നടക്കുന്നത്, ഏത് മാസങ്ങളിലായിരിക്കും നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ പറയുന്ന 619/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയതാണ് ഈ പറയുന്ന ബെക്കോ LDയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന തസ്തികയിലേക്കാണ് ഈ പറയുന്ന എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ആകർഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലറി, ഇൻസെന്റീവ്സും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെ? നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ ഒരു സ്കെയിൽ ഓഫ് പേ അല്ല ഇപ്പോൾ നൽകുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ അതിന്റെ സ്കെയിൽ ഓഫ് പേ മറ്റു കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതല്ല ഇവിടെ നൽകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം അതാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ 4/2/2026 അതായത് ഈ വർഷം ഫെബ്രുവരി മാസമാണ് അതിന്റെ ഈ പറയുന്നത് എന്ത് ചെയ്യുന്നത് കാലാവധി, ഈ അപേക്ഷികളുടെ കാലാവധി അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതോടെ ബന്ധപ്പെട്ട് ഈ പറയുന്ന 2026 നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകളുടെയൊക്കെ ഒരു ടെനേറ്റീവ് കലണ്ടർ ഈ പറഞ്ഞ PSC പ്രസിദ്ധീകരിച്ചപ്പോൾ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ 619/2025 ലോവർ ഡിവിഷൻ ക്ലർക്ക് 1 ഡയറക്ട് റിക്രൂട്ട്മെന്റ്, അതായത് നമ്മുടെ ഈ പറഞ്ഞ ബിവറേജസ് കോർപ്പറേഷനിലേക്ക് നടക്കുന്ന LD പരീക്ഷ. ഓക്കെ, അത് 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടക്കുന്നത്. ഒരു പ്രിലിംസും കാണും, ഒരു മെയിൻസും കാണും. ഈ പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടും, അതേപോലെ തന്നെ മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലുമായിട്ടും ആയിരിക്കും ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏപ്രിൽ മാസമാണ്, മെയ്, ജൂൺ, ജൂലൈ, അതായത് ഏകദേശം ഒരു 3 മാസ സമയമാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. അതായത് ഏകദേശം ഒരു 90 ദിവസം നമുക്ക് എന്ത് ചെയ്യും കണക്ക് കൂട്ടാം. 90 ദിവസം മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മുന്നിലുള്ളത്. അത് എന്ത് വളരെ എഫക്റ്റീവായിട്ട് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം സെപ്റ്റംബർ കഴിഞ്ഞ ഒക്ടോബർ ഒരു മാസം അടുപ്പിച്ച സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറഞ്ഞ രീതിയിൽ 1.5 മാസം അടുപ്പിച്ച് ഈ പറയുന്ന രീതിയിൽ മെയിൻസിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി എത്രത്തോളം പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ മുൻ വർഷങ്ങളിൽ എത്രത്തോളം പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നതിനെ പറ്റുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ വർഷം എന്താണ് ആളുകൾ അപേക്ഷിച്ചതിന്റെ എണ്ണം കുറവാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ഈ പറയുന്ന ഈ വട്ടത്തെ, അതായത് 619/2025 കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് ആകെ അപേക്ഷിച്ചിട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6,26,657 പേരാണ്. എന്നാൽ അതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ LDയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9,30,758 പേരാണ് അപേക്ഷ. അതേപോലെ തന്നെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് ഈ എക്സാം അഡ്മിറ്റ് ചെയ്തതെന്ന് പറയുന്നത് 8,10,547 പേരാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പരീക്ഷ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷത്തിൻ്റെങ്കിലും ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. 2 ലക്ഷത്തിന്റെ ഡിഫറൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എന്നാൽ ഈ പറയുന്ന രീതിയിൽ മറ്റു പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ, മറ്റ് ഈ പറയുന്ന PSC പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു തസ്തികളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു, എഴുതുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന മുൻ വർഷം നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പരീക്ഷയിൽ 2021 നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പരീക്ഷയിൽ നിന്നും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം, അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 15/1/2026 അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ളത്. അങ്ങനെ ആകെ 262 പേർക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മുൻ വർഷങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്ന ബിവറേജസ് LD എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന അഡ്വൈസുകൾ പോയിട്ടുണ്ടായിരുന്നു. 262 എണ്ണം മാത്രമാണെന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ മറ്റ് പരീക്ഷകളെ പോലെ തന്നെ വലിയ അഡ്വൈസറും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് പറ്റില്ല, നടന്നു എന്ന് വരില്ല. ഓക്കെ, എന്നിരുന്നാലും ഈ പറയുന്ന രീതിയിൽ ബെക്കോ പരീക്ഷയ്ക്ക് ഒരുപാട് ഈ പറയുന്ന പ്രതീക്ഷയെ അർപ്പിച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങളെ അറിവിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ബെക്കോ LDക്ക് എത്രത്തോളം ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട്, മുൻ വർഷത്തേക്കാൾ ഈ പറയുന്ന അപേക്ഷകർ ഈ വട്ടം കുറവായിരുന്നു, അതേപോലെ എത്രത്തോളം അഡ്വൈസുകൾ പോയിട്ടുണ്ടെന്നതിനെ പറ്റി ഒരുപാട് പേര് ഈ പറയുന്ന രീതിയിൽ നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരത്തിൽ വീഡിയോ എന്ത് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു പോകുന്നത്, അല്ലെ?
ഈ പറയുന്ന ഇനി ഒരുപാട് മാസമില്ല, ഏകദേശം ഈ പറയുന്ന രീതിയിൽ നിന്ന് ഏപ്രിലാണ്, മെയ്, ജൂൺ, ജൂലൈ, ഏകദേശം ഒരു 90 ദിവസം നമ്മുടെ കൈ കിട്ടിയിരിക്കും. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന രീതി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, ഓക്കെ, പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കമ്പനി ബോർഡ് എലിജിബിലിറ്റി, ബെക്കോ, അതേപോലെ തന്നെ ഈ പറയുന്ന VFA എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ പ്രയാണം എന്നൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ പറയുന്ന 3 കോഴ്സുകൾക്ക് വേണ്ടി ഒരുമിച്ച് പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. അതല്ല ഞങ്ങൾ ഈ പറയുന്ന VFAക്ക് വേണ്ടി പ്രത്യേക ബാച്ച്, ഈ ബെക്കോയ്ക്ക് വേണ്ടി പ്രത്യേക ബാച്ച്, ഒരു കമ്പനി ബോർഡിന് വേണ്ടി പ്രത്യേക ബാച്ച് എടുത്ത് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നവരെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രത്യേകം ഈ പറയുന്ന രീതിയിൽ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഡെയിലി സ്റ്റഡി പ്ലാൻ കാണും, ഇതെല്ലാം ഇപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകൾ കാണും, അതിൽ ഈ പറയുന്ന PYQs കാണും, വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കാണും, കറണ്ട് അഫയർ സെഷൻസ് കാണും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഈ പറയുന്ന ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന PDF നോട്ടുകൾ, മറ്റു കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അതേപോലെ തന്നെ ഒരു ബെക്കോയിലൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കോഴ്സുകളിലേക്ക് എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പറയുന്ന തസ്തികയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ചോദിച്ചാൽ ഈ പറയുന്ന രീതി ശമ്പളം, അതേപോലെ ബോണസും ആണ്, അല്ലെ, ബോണസും ആണെന്നുള്ളതാണ്. ഈ പറയുന്ന സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്ന ടാക്സ്, അതൊന്ന് പറയുന്ന ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ബിവറേജസ് ഒക്കെ വഴി കിട്ടുന്ന ഒരു വലിയൊരു തുകയും തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ പറയുന്ന പുതിയ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ഈ പറയുന്ന ഒരു തസ്തികയിലേക്ക് എന്ത് ചെയ്യുന്നത്, ഒരുപാട് അടുപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന തൊട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്ന് വിശ്വസിക്കുകയാണ്. ആർക്കെങ്കിലും നമ്മുടെ കോഴ്സുകളിലേക്കും നമ്മുടെ ക്ലാസ്സുകളിലേക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, തൊട്ട് താഴെ നമ്മളിലേക്ക് വിളിച്ച് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ സംശയങ്ങളും അതേപോലെ തന്നെ മറ്റ് ഡൗട്ട് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാം. തൊട്ട് താഴെ ഒരു കമന്റ് ബോക്സ് ഉണ്ട്, അവിടെ എന്ത് നിങ്ങളുടെ കമന്റുകളും മറ്റും എന്ത് ചെയ്യുക, രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ ഒപ്പീനിയൻസും എല്ലാം നിങ്ങൾക്ക് അവിടെ പങ്കുവെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും